എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സ്റ്റാൻലി ജോസഫിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അത് ബാലചന്ദ്രൻ്റേതായിരുന്നു. ഫോൺ എടുത്തപാടെ ബാലൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഫ്രീ ആണോ അതോ ബിസിയാണോ? മറുപടി സ്റ്റാൻലി ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ നാളെ നിങ്ങൾ കൊളത്തോപ്പുഴ വീട്ടിലുണ്ടാവുമെന്നാണ് ബാലേന്ദ്രൻ ചോദിക്കുന്നത്. അലീനയെ കുട്ടി വരാനാണെന്നാണ് ബാലൻ പറയുന്നത്. മറുപടി സ്റ്റാൻലി ഇവിടെ ഒരു തിരക്കുമില്ല, നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. അലീനയെ കൂട്ടി എപ്പം വേണമെങ്കിലും ഇവിടെ കൊണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളാരാന്ന് ഇവിടെയുള്ളവരെ അറിയിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ബാലൻ മറ്റൊരു കാര്യമാണ് സ്റ്റാൻലിയോടെ ഇപ്പോൾ ചോദിക്കുന്നത്. അലീനയെ അവിടെ താമസിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഏതെങ്കിലും കാലത്തുണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ മടിക്കരുത്. ഞാൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം. നിങ്ങളുടെ കുടുംബവും മറ്റുമൊക്കെ അവളെ അംഗീകരിക്കാൻ തയ്യാറാകുമോ, എന്ത് പ്രശ്നം ഉണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ. മറുപടി സ്റ്റാൻലി, ബാലൻ നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും ഓർത്ത് ആലോചിക്കേണ്ട കാര്യമില്ല. ഒന്നുമില്ലെങ്കിലും അലീന എൻ്റെ മകളല്ലേ, അവളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ആ കോള് കട്ട് ചെയ്യുന്നു. പിന്നെ ബാലചന്ദ്രൻ്റെ വീട്ടിന് മുൻപിൽ അലീനയെ കൊണ്ടിറക്കിയ ശേഷം മനു ആകട്ടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ മടിക്കുന്നു. ഇത് ശ്രദ്ധയിൽപ്പെടുന്ന അലീന മനുവേട്ടന് ഇറങ്ങുന്നില്ലേ? മറുപടിയെ മനു, നമ്മളെല്ലാം സംസാരിച്ചു കഴിഞ്ഞല്ലേ, ഇനിയിപ്പോൾ എന്തിനാ ഇറങ്ങുന്നേ? പിന്നൊരു കാര്യം, യാത്ര പറയാനൊന്നും എന്നെ വിളിച്ചേക്കരുത്. ഇത് കേൾക്കുന്ന അലീന, അതെന്താ മനുവേട്ട അങ്ങനെ? എല്ലാവരോടും യാത്ര പറയണ്ടേ? മറുപടിയെ മനു, എല്ലാവരോടും പറഞ്ഞു, പക്ഷെ എന്നോട് പറയണ്ട, അതെനിക്ക് വിഷമമുള്ള കാര്യമാണ്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം മനു ആകട്ടെ അലീനയുടെ കൈക്ക് പിടിച്ച് അകത്തേക്ക് പോകുന്നു. ഇത് കാണുന്ന അലീന എന്താന്നുള്ള രീതിയിൽ മനുവിനെ തന്നെ നോക്കുമ്പോൾ, മറുപടിയെ മനു, എന്തൊക്കെയായാലും ഒരു ദിവസം ഇങ്ങനെ കൈപിടിച്ച് കയറേണ്ടതല്ലേ, നമുക്കെന്തായാലും അതിൻ്റെ റിഹേഴ്സൽ അയക്കാം. അകത്ത് കയറിയ ശേഷം മനുവിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അലീന ചായ എടുക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു. അതിനുശേഷം ബാലചന്ദ്രനും കൃഷ്ണയും ബബിതയും മനുവുമൊത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലനിപ്പോൾ മനുവിനോട് ചോദിക്കുന്നുണ്ട്, അലീന പോകുന്ന വിവരം പറഞ്ഞപ്പോൾ അവിടെ എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ. മറുപടിയും മനു, അത്ര സന്തോഷമൊന്നും ഇല്ലെങ്കിലേ, പക്ഷെ ചിലർക്ക് ഭയങ്കര സന്തോഷമായി. ബാലചന്ദ്രനാകട്ടെ അവരോട് ചോദിക്കുന്നു, അലീന എന്തേ കണ്ടില്ലല്ലോ? മറുപടിയെ കൃഷ്ണ, അലീന ചേച്ചി അകത്ത് ചായ എടുക്കാൻ പോയതാ. മനു ഇപ്പോൾ ഒരു കാര്യം ബാലനോടെ ചോദിക്കുന്നുണ്ട്, അലീന പോയി കഴിയുമ്പോൾ വൈജാന്റി തിരിച്ചു വരത്തില്ലേ, പിന്നെ എങ്ങനെയാ കാര്യങ്ങള്? മറുപടിയെ ബാലചന്ദ്രൻ, ഇത്രയും നാളും അലീനയല്ലായിരുന്നോ ഈ കുടുംബത്തെ നേരായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ഇനിയിപ്പോൾ കുറച്ചു കാലത്തേക്ക് എൻ്റെ ഭരണമാകും. ഇത് കേൾക്കുന്ന ബബിത, അതെന്തായാലും അമ്മ സമ്മതിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ വീണ്ടും വഴക്കുണ്ടാക്കാൻ പോവുകയാണോ? നിങ്ങളുടെ പ്രശ്നമില്ലാതാക്കാൻ തന്നെയല്ലേ അലീന ചേച്ചി ഇപ്പോൾ ഇവിടുന്ന് പോകാൻ പോലും തയ്യാറായത്? എന്നിട്ടും നിങ്ങൾ വീണ്ടും എന്തിനാ പ്രശ്നത്തിന് പോകുന്നത്? ഇതെല്ലാം കേൾക്കുന്ന ബാലൻ, നിനക്ക് പല കാര്യങ്ങളെയും പറ്റിയും അറിയില്ല ബബിതേ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കെ തന്നെ അലീന ചായയുമായി വന്ന് എല്ലാവരും ചായ കുടിക്കാനായിട്ട് വിളിക്കുന്നു. അങ്ങനെ എല്ലാവരുമായി നിൽക്കെ തന്നെ അലീനയോടെ ബാലചന്ദ്രൻ ഒരു കാര്യം അറിയിക്കുന്നു, മോളെ നിന്റെ ജാതകം മാറാൻ പോവുകയാണ്. ഇത് കേൾക്കുന്ന അലീന, ജാതകം മാറാനോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? മറുപടി ബാലചന്ദ്രൻ, നിനക്ക് മനസ്സിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര സെറ്റപ്പിലുള്ള നല്ലൊരിടത്തേക്കാണ് നീ ഇപ്പോൾ പോകുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന അലീന കളിയാക്കിക്കൊണ്ട് ബാലനോടായി ചോദിക്കുന്നു, അത്ഭുത ദ്വീപിലെ അതിമനുഷ്യരെന്ന് പറയുന്ന രീതിയാണോ? ഇതിനുള്ള മറുപടി എന്നോണം ബാലൻ, ആലീസിന്റെ അത്ഭുത ലോകം എന്നുള്ളത് തിരുത്തി അലീന കണ്ട അത്ഭുത ലോകം എന്നാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന ബബിതയ്ക്ക് എന്തോ സംശയം തോന്നുന്നു. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, എന്തായാലും കണ്ടുപിടിക്കണം. മറുപടിയെ ബാലചന്ദ്രൻ, പല രഹസ്യങ്ങളും കണ്ടുപിടിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ആർക്കും സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി മനുശങ്കറും പറയുന്നുണ്ട്, അങ്കിള് വെറുതെ ഓരോന്ന് പറയുന്നതാ, നിങ്ങളിതൊന്നും കാര്യമാക്കണ്ട. അലീന അപ്പോഴാണ് രോഹിതിനെ പറ്റി ആലോചിക്കുന്നത്. ചായ കുടിക്കാനായിട്ട് അലീന നേരെ ചെന്ന് രോഹിതിനെ വിളിക്കുന്നു. പിന്നെ മനുവെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ബബിതയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. അത് വേറെ ആരുടെയും ആയിരുന്നില്ല, വൈജയുടേതായിരുന്നു. ബബിത ഫോൺ എടുത്തപാടെ വൈജ വളരെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. എന്താടി ഫോൺ എടുക്കാനായിട്ട് ഇത്ര താമസം? ഞാൻ എത്ര നേരിട്ട് കിടന്ന് വിളിക്കുന്നു, നിങ്ങളോ എന്നെ വിളിക്കത്തില്ല, എങ്കിൽ പിന്നെ ഞാൻ വിളിച്ചാൽ ഇങ്ങനെ കൃത്യമായിട്ട് ഫോൺ എടുത്തൂടെ? മറുപടിയായി ബബിത, അമ്മ ഞാൻ കുളിക്കുമായിരുന്നു, പിന്നെ എങ്ങനെ ഫോൺ എടുക്കാനായിട്ടാ? അല്ലെങ്കിൽ തന്നെ അമ്മ ഫോൺ വിളിക്കുന്നത് തന്നെ ഒരു സ്വൈര്യക്കേടാ. അച്ഛൻ്റെയും അലീന ചേച്ചിയുടെയൊക്കെ കുറ്റം പറയാനല്ലാതെ പിന്നെ എന്തിനാ അമ്മ വിളിക്കുന്നത്? അമ്മയുടെ ആഗ്രഹം പോലെ എന്തായാലും അലീന ചേച്ചി ഇവിടുന്ന് പോവുകയല്ലേ, അമ്മയ്ക്കിപ്പോൾ സമാധാനമായില്ലേ? മറുപടി വൈജ, എനിക്ക് സമാധാനം മാത്രമല്ല സന്തോഷമായി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ആഗ്രഹിച്ചു നടന്നല്ലോ. കവിത തുടരുകയാണ്, അമ്മയ്ക്കും കമലാൻ്റിക്കും അല്ലാതെ മറ്റാർക്കാ അലീന ചേച്ചിയെ പറ്റി ഇത്രയ്ക്കും കുറ്റം പറയാനുള്ളത്? മറുപടി വൈജ, ഞാനും കമലയും പറഞ്ഞതിൽ എന്താ തെറ്റിയിട്ടുള്ളത്? നിങ്ങളുടെ അച്ഛൻ്റെ കള്ളം പൊളിഞ്ഞില്ലേ, ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരുടെയും മുമ്പിൽ പൊളിഞ്ഞു വീണില്ലേ? ഇതിനുള്ള മറുപടി എന്നോണം ബബിത, അച്ഛൻ അങ്ങനെ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും, അല്ലാതെ വെറുതെ ഒന്നും അച്ഛൻ അങ്ങനെ പറയത്തില്ല. വൈജ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാനെന്നോണം ഓരോന്ന് പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ ബബിത ഫോൺ കട്ട് ചെയ്യുന്നു. അല്പം താമസിയാതെ തന്നെ അലീന ചായയുമായി ബബിതയുടെ റൂമിലെത്തുന്നുണ്ട്. ബബിതയുടെ അടുത്തേക്ക് വന്ന ശേഷം അലീന തന്റെ കയ്യിലിരിക്കുന്ന ചായയുടെ ഗ്ലാസ് ബബിതയ്ക്ക് നേരെ നീട്ടുന്നു. എന്നാൽ വൈജയുമായി ഉണ്ടായ വഴക്കിന്റെ കാരണം കൊണ്ട് തന്നെ ബബിത ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. ചായ മേടിക്കാൻ ആദ്യം ഒന്ന് മടിക്കുന്നു.
നിർബന്ധിച്ച് ചായ ബബിതയുടെ കയ്യിൽ തന്നെ കൊടുത്തതിന് ശേഷം അലീന ചോദിക്കുന്നുണ്ട്, എന്താ എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയേ? ആരെൻ്റെ മോളെ ഇത്രയ്ക്ക് ദേഷ്യം പിടിപ്പിച്ചേ? ഇവിടെ ബബിത അമ്മയാണെന്ന് പറയുന്നു. കേൾക്കുന്ന അലീന, അമ്മ അതെന്ന് പറഞ്ഞതിനാണോ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഒക്കെയായാലും അമ്മയോടും അച്ഛനോടും ഒന്നും ഇങ്ങനെ ദേഷ്യത്തോടുകൂടി സംസാരിക്കരുതെന്ന് പറഞ്ഞ് അലീന ബബിതയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ബബിത എത്രയൊക്കെ ആയാലും ഒരാൾക്ക് കുറേ നാളൊന്നും സഹിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അമ്മയുടെ സംസാരം ഈ രീതിക്കാവുമ്പോൾ എനിക്കും തിരിച്ചിങ്ങനെ നിൽക്കാൻ പറ്റുമെന്നാണ് ബബിത മറുപടിയെ പറയുന്നത്. അങ്ങനെ അലീനയും ബബിതയും സംസാരിച്ചുകൊണ്ട് നിൽക്കുക തന്നെ രോഹിത് അങ്ങോട്ടേക്ക് വരുന്നു. രോഹിത് അലീനയോടെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇപ്പോൾ റൂം സർവീസ് ഒക്കെ ഉണ്ടോ? മറുപടി പറയുന്നത് പക്ഷേ ബബിതയായിരുന്നു. പണ്ട് കുറേ കാലത്തേക്ക് അങ്ങനെയല്ലായിരുന്നോ? എന്താ ചേച്ചി വിളിക്കുന്നതൊക്കെ തോന്നിയല്ലോ, എന്തെങ്കിലും സഹായം വേണമെന്നാ അലീനയോടെ ചോദിക്കുന്നത്. അലീന ഇപ്പോൾ രോഹിതനോട് കാര്യം പറയുന്നു. കൃഷ്ണമോള് പറഞ്ഞുവെന്ന് ബബിതയ്ക്ക് ഇച്ചിരി അഹങ്കാരം കൂട്ടില്ലാന്ന് ഇതിനെപ്പറ്റി ചോദിക്കാനാണോ കൃഷ്ണ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പം തന്നെ പറയാലോ എന്നാ രോഹിത് പറയുന്നത്. കുറച്ച് കൂട്ടിലാണെന്നോ? അഹങ്കാരത്തിന് കൈയും കാലം വലിച്ചോളാ ബബിത എന്നാണ് രോഹിത് പറയുന്നത്. ഇത് കേട്ടപാടെ ബബിത ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് രോഹിതിനെ അടിക്കാനായി ഓടുന്നു. അങ്ങനെ അവരുടെ കളിയും ചിരിയുമെല്ലാം നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് അലീന. ദിവസം രാത്രിയിൽ കിടക്കാനായി അലീന കട്ടിലൊക്കെ വിരിച്ച് റെഡിയാക്കിയപ്പോൾ ഡോറിൽ അവരെ നോക്ക് ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത അലീന കണ്ടത് കൃഷ്ണയാണ്. എന്താ എന്തു പറ്റി? ഇത്ര നേരിട്ട് ഉറങ്ങിയില്ലേ? മറുപടി കൃഷ്ണ ഉറങ്ങാൻ കിടന്നതാ, പക്ഷെ ഉറക്കം വരുന്നില്ല. അലീന ചേച്ചി നാളെ പോവുകയല്ലേ? അക്കാര്യം ആലോചിച്ചപ്പോൾ ചങ്കിൽ എന്തോ ഒരു വിഷമം. മറുപടി അലീന, ഞാനിവിടുന്ന് പോയാലും പിന്നെ ഇങ്ങോട്ടേക്ക് വരില്ലേ? ഫോൺ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും, അങ്ങനെ എപ്പോഴും കോണ്ടാക്ട് ഉണ്ടാവത്തില്ലേ? അങ്ങനെ ആവുമ്പോൾ ഞാൻ പോയിന്ന് തോന്നത്തുമില്ല. മറുപടിയെ കൃഷ്ണ, എന്തൊക്കെയായാലും ചേച്ചി ഈ വീട്ടിലുണ്ടാവത്തില്ലല്ലോ. വിഷമിച്ച് നിൽക്കുന്ന കൃഷ്ണയെ വിളിച്ച് തൻ്റെ ബെഡിനരികിലിരുത്തി അലീന പറയുന്നുണ്ട്, ഇന്നെന്തായാലും എൻ്റെ കൂടെ കിടന്നോ, നമുക്ക് രാത്രി വെളുക്കോളം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം, അപ്പോൾ പിന്നെ വിഷമമൊന്നും വരത്തില്ല. കൃഷ്ണയാകട്ടെ ഒരു ചോദ്യം ഇപ്പോൾ അലീനയോട് ചോദിക്കുന്നു, ചേച്ചി ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും ശരിയാകുമോ? അമ്മ ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും, അതിന് ശേഷമുള്ള കാര്യങ്ങളെപ്പറ്റി ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ? മറുപടി അലീന, നിങ്ങൾ പഴയ പോലെ തന്നെ ജീവിക്കും. ഇത് കേൾക്കുന്ന കൃഷ്ണ, അത് ചേച്ചിയുടെ വെറും ആഗ്രഹമല്ലേ? കൃഷ്ണ തുടരുകയാണ്, ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം അച്ഛൻ ഇവിടെ അടങ്ങി നിൽക്കുന്നത്. എന്നാൽ ഇതിനുള്ള മറുപടി അലീന, അത് നിങ്ങളെല്ലാം നല്ല കുട്ടികളായോണ്ടല്ലേ. കൃഷ്ണ അത് തിരുത്തിക്കൊണ്ട് അല്ലെന്ന് പറയുന്നുണ്ട്. ചേച്ചിയുടെ മുമ്പിൽ ചെറുതാവാൻ പറ്റാത്തോണ്ടാ. അങ്ങനൊന്നും ഇല്ലെന്നാണ് അലീന വീണ്ടും പറയുന്നത്. അത് തിരുത്തിക്കൊണ്ട് കൃഷ്ണ അലീനയോടെ പറയുന്നു, അച്ഛന് ചേച്ചിയുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനമില്ലേ? അച്ഛന് പൊറുക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ സംഭവിച്ചിട്ടും അച്ഛൻ അതൊക്കെ അടക്കി പിടിച്ചു നിൽക്കുന്നത് ചേച്ചിയെ ഓർത്തിട്ട് മാത്രമാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.